അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ യാത്ര മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തപ്പൻകാവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഒരുപാട് ബലൂണുകളും മുത്തപ്പൻ്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും മറ്റേ ഫാൻസികളും അങ്ങനെ പലതരം സാധനങ്ങളുള്ള ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെയൊക്കെ കടന്ന് വന്ന് ഇങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകി മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരുപാട് ബോട്ട് സർവീസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കാലൊക്കെ കഴുകുന്നു പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് വേണം ബോട്ടിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ട് സർവീസിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു ബോട്ടിങ് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ബോട്ടിൽ കയറാൻ കഴിയാറില്ല. അപ്പോൾ തിരക്കിട്ടിങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പുഴയിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. വെറൈറ്റി മീനുകളുണ്ട് അവിടെ. അപ്പോൾ കുറച്ച് നേരം മീനിനെയൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ട് സർവീസിന് പോകാച്ചു. പലതരം ബോട്ടുകളുണ്ട്, ചെറുതുണ്ട്, മറ്റേ സ്പീഡ് ബോട്ടുണ്ട്, അതുപോലെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വലിയ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നല്ല സെറ്റപ്പായിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു വിൻഡോയിലൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കയറി പോവുകയാണ് മുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. ബോട്ടിലെ ഒരു യാത്ര നമുക്കൊന്ന് കൂളാവാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അപ്പോൾ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ബോട്ട് സർവീസ് നടത്താം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-50 ആളൊക്കെ ആയാലും അവർ ബോട്ട് സർവീസ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ബോട്ട് സർവീസ് നടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പം നമ്മൾ മുത്തപ്പൻ്റെ പറശ്ശിനിക്കട അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലൂടെയാണ് കേട്ടോ ഈ ബോട്ട് ഇങ്ങനെ സർവീസ് നടത്തുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരത്ത് നിന്ന് മുത്തപ്പൻകാവ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തു ആ മുത്തപ്പൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്, മടപ്പുരയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു രസമുണ്ട് കേട്ടോ ബോട്ട് സർവീസ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒരു കൂളാവാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. റിവറിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കുകയാണ്. ഞങ്ങളതിൻ്റെ കൂടെ എടുത്തുനിന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു അരമണിക്കൂറോളം ബോട്ട് സർവീസ് തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുത്തപ്പൻ്റെ മറ്റേ വെള്ളാട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോൾ ഉറങ്ങിയതുകൊണ്ട് അവൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ആ സമയത്ത് ബോട്ടിലായിപ്പോയി. അപ്പം സാരമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമായതുകൊണ്ട് മുത്തപ്പൻ എപ്പോഴും കാണാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ആമ്പലുകളും പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രി പിന്നെ തീരുമാനം മാറി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം പോകാറുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോയപ്പോൾ അവിടുന്ന് പെട്ടെന്ന് പോകണമെന്ന് മനസ്സിൽ തോന്നിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്
ബോട്ട് സർവീസൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും തന്നെ 5 മണിയൊക്കെ ആയി. ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രി നട്ട പാതിരയാവും കേട്ടോ. ഞങ്ങളിപ്പോൾ 5 മണി എന്ന് പറഞ്ഞാൽ 5:30 കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകണത് കേട്ടോ.